ഉൾക്കൊണ്ട ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായി. ആ ഒരു പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം. അതാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഐക്യജനാധിപത്യ മുന്നണിയും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതാണ്. അതിനെ ശക്തിപ്പെടുത്തി നമ്മുടെ ഭാരതത്തെ, നമ്മുടെ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം നിർവഹിക്കുക. പൊന്നാനി മണ്ഡലത്തിൽ, അതുപോലെ തന്നെ മലപ്പുറം മണ്ഡലത്തിൽ, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഓരോ UDF പ്രവർത്തകനും ഓരോ ജനാധിപത്യ വിശ്വാസിയും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആദരണീയനായ സമദാനി സാഹിബിനെ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് ചരിത്രം സൃഷ്ടിച്ച പാർലമെൻ്ററി ജീവിതമുള്ള അബ്ദുൽ സമദ് സമദാനി സാഹിബിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനമാണ്. രാവിലെ ബഹുമാനായ UT മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ റോഡ് ഷോയിൽ തങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ഇന്ന് കഴിഞ്ഞാൽ കേരളമൊട്ടാകെ പര്യടനത്തിന് പുറപ്പെടുന്ന തങ്ങളും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും ഇവിടെ ഉറപ്പുവരുത്താൻ പോകുന്നത് UDFൻ്റെ ഒരു വൻ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ ഇന്ത്യയിൽ കൂടിക്കൂടി വരുന്നു. കേരളത്തിൽ UDF വൻ വിജയം നേടും എന്ന പ്രവചനം പൊതുവിൽ വന്നിരിക്കുന്നു, വിലയിരുത്തൽ പൊതുവിൽ വന്നിരിക്കുന്നു. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആരവമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ. നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണത്തിൻ്റെ ഒരു വലിയ ആരവമാണ് വരാൻ പോകുന്നത് ബൂത്തുകളിലൊക്കെ. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. സമദാനി വീണ്ടും പാർലമെൻറ്റിലെത്തി ഈ പ്രതികൂല അവസ്ഥയിൽ ഇന്ത്യ രാജ്യത്ത് മതേതരത്വ സംരക്ഷണത്തിൻ്റെ മുന്നിലുണ്ടാവും എന്നുള്ളതാണ് സന്തോഷകരമായ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. ഇന്ന് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രചരണ പരിപാടിയോടുകൂടി പൊന്നാനിയിലെ UDFൻ്റെ നേതാക്കന്മാർ അത് ഉറപ്പുവരുത്തും എന്ന് തീർച്ചയാണ്. അതിന് എല്ലാവിധ ആശംസകളും പറഞ്ഞു. സാഹിബ്, ഒരു കാര്യം, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പലപ്പോഴും ഈ സ്ഥലങ്ങളുടെ പേര് മാറ്റലൊക്കെ നമ്മൾ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളാണ്. ഇപ്പോൾ വയനാട്ടിലും BJP ജയിച്ചു, സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്നാണ് പറയുന്നത്. കേരളല്ലേ, ഇത് കേരളമാണല്ലോ, ഇവിടെ നടക്കില്ല. അല്ല, ഇവിടെ അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, സാധ്യതയില്ല. ജയിക്കാനും സാധ്യതയില്ല, മാറ്റാനും സാധ്യതയില്ല.